ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് വളരെ പെട്ടെന്ന് പഠിച്ച് ഈ റിപ്പബ്ലിക് ദിനത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പ്രസംഗമാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി അത് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ജനുവരി 26, രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യം ആയതും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാജ്യത്തിന്റെ ഭരണാധികാരി ആരായിരിക്കണമെന്ന് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കുന്നു. ഇന്ത്യയിലെ പരമോന്നത നിയമമായ നമ്മുടെ ഭരണഘടന ജാതിമത ഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുന്നു. സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന കൂടിയാണ്. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇത് തയ്യാറാക്കിയത്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് മികച്ചവ തെരഞ്ഞെടുത്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ജനാധിപത്യ, മതേതര, സോഷ്യലിസം ആശയങ്ങളിൽ പടുത്തുയർത്തിയ നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച ജനാധിപത്യ രാജ്യമായി വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.